ഇല്ലല്ലോ. ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവൂലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. ഓ, അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല. ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ, എന്തിനാ വെറുതെ സ്വാമിയെ പട്ടിന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശു അല്ലേ. ഇത് ശരിക്കും പട്ടി. അയ്യോ, എന്നിട്ടെന്താ, കിടന്ന് തുറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. അതെ, അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്താ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്. അതും കേട്ട് കിടന്ന് ഉറങ്ങാലോന്ന് വെച്ചിട്ടാ. ജോസഫേ, എന്തോടത്? കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടൂന്ന് വെച്ച് ചത്തൊന്നും പോവില്ല സ്വാമി. കിടന്നുറങ്ങാൻ നോക്ക്. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അതിനിടെ അവിടെ ഒടുക്കത്തെ ഒരു പാട്ടും. ദേ, ഇവിടെ ഞങ്ങൾ മനുഷ്യരാണ് താമസിക്കുന്നത്, അല്ലാതെ മൃഗങ്ങളൊന്നും അല്ല. ഒരെല്ലാ റീച്ചിൽ ഇറങ്ങിയിരിക്കുന്നു. എന്താ സ്വാമി? എന്താ പ്രശ്നം? അതെ, ഈ രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്. ആഹാ, അത്രേ ഉള്ളോ? എടി ഉണ്ണി, നീ എങ്ങനത്തെ പാട്ടാ പാടിയേ? ഒരു നല്ല പാട്ട് അങ്ങോട്ട് പാടിക്കൊടുത്തേ, സ്വാമി അത് കേട്ട് കിടന്നുറങ്ങട്ടെ. ഇപ്പൊ പാട് സ്വാമി. പാതിരവായി നേരം
കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാധികം റേഡിയോ പൂച്ചിട്ട് ഇയാളെ എവിടേക്ക് പോയേ? ഉത്തിഷ്ഠ കമലാകാ